ഹായ് എവരി വൺ, എന്തൊക്കെയുണ്ട് വിശേഷം? എല്ലാവർക്കും സുഖമാണോ? ഞങ്ങളും ഇങ്ങനെ കുറച്ച് ടെൻഷനിലും ഇങ്ങനെയൊക്കെ ആയിട്ട് ഇങ്ങനെ പോകുന്നു. ലൈഫ് അതാണല്ലോ ലൈഫ് അല്ലേ. മക്കളവിടെ അല്ലേ, ദുബായിലല്ലേ രണ്ടുപേരും. അപ്പോൾ അവർക്ക് അങ്ങോട്ട് വരാനും പറ്റില്ല ഇൻ ദ സെൻസ് അവർക്ക് ജോലി വിട്ട് വരാൻ ഇഷ്ടമില്ല, എന്നാൽ അത്ര പേടിക്കാനും ഇല്ല, എന്നാൽ നമുക്ക് ടെൻഷനും ഉണ്ട്. എല്ലാം കൂടി ഒരു സമ്മിശ്ര വികാരമാണ്. ഒരു ടെൻഷൻ സൈഡിൽ കൂടെ അവർക്ക് അവിടെ വിട്ട് വരാനുള്ള ഇഷ്ടമില്ല. അങ്ങനെ അപ്പം എന്താണ് വരുന്നത് എന്നറിയില്ല. കാണുമ്പോൾ അറിയാം, ഒന്നും കാര്യമായിട്ടൊന്നും സംഭവിക്കാതിരിക്കട്ടെ എല്ലാവർക്കും അല്ലേ. വിചാരിക്കാത്തൊരു എന്താ പറയുക, ഒരു വാറ്. അപ്പം അതിൻ്റെ ആഫ്റ്റർ എഫക്റ്റൊക്കെ ഇവിടെയൊക്കെ കുറേശ്ശൊക്കെ കാണുന്നുണ്ടല്ലേ. ബാംഗ്ലൂരിലൊക്കെ ഗ്യാസ് സിലിണ്ടർ കിട്ടുന്നില്ല, ഹോട്ടൽസൊക്കെ അടയ്ക്കണു, കുറേ കമ്പനീസൊക്കെ വർക്ക് ഫ്രം ഹോമാണ്. അപ്പോൾ ഫുഡൊക്കെ ബുദ്ധിമുട്ടുണ്ട് ഈ ബാച്ചിലേഴ്സിനൊക്കെ, അങ്ങനെയൊക്കെ കാണുന്നുണ്ട്. ഇപ്പോൾ അവിടെ സോഫാർ അവിടെ ഒന്നും ഇതുവരെ ഫുഡിനൊന്നും പ്രശ്നങ്ങളൊന്നുമില്ല. അതെങ്ങനെയാണ്. അപ്പോൾ ഡെയിലി ഇപ്പോഴും വിളിക്കും, മെസ്സേജ് ചെയ്യും ഇടയ്ക്കിടയ്ക്ക്, അങ്ങനെയൊക്കെ പോകുന്നു. പിന്നെ ഇന്നത്തെ എൻ്റെ വ്ളോഗ് ഒരു സ്പെഷ്യലാണ്, ഒരു സ്പെഷ്യൽ വിഭവം. അത് സത്യത്തിൽ തമിഴ്നാട്ടിലത്തെ ആണോ എന്നാണ് തോന്നുന്നത് കേട്ടോ. കാരണം ഞങ്ങൾ ഇതിന് മുമ്പ് ഇവിടെ വരുന്നതിന് മുമ്പ് കോയമ്പത്തൂർ ഒരു 6-7 കൊല്ലം അവിടെ ഇരിക്കുന്നുണ്ടായിരുന്നു. അപ്പം ഞങ്ങളുടെ സെർവൻ്റ് ഒരു രാമത്തമ്മ അവിടുത്തെ ഡിഷസൊക്കെ പരിചയപ്പെടുത്തി തരും. ചിലതൊക്കെ ഉണ്ടാക്കി തന്നിട്ടുണ്ട്, മൈസൂർ പാക്ക് ഉണ്ടാക്കി തന്നിട്ടുണ്ട്. പിന്നെ ആട്ടിൻകാല് സൂപ്പ് ആ സമയത്ത്, എന്താ കർക്കിടകം ആ സമയത്തൊക്കെ, തണുപ്പുള്ള സമയത്തൊക്കെ അപ്പോഴും ഇങ്ങനെയുള്ളതൊക്കെ ഉണ്ടാക്കി തന്നിട്ടുണ്ട്. മിക്സ്ചർ, അങ്ങനെ പല കാര്യങ്ങളും ആ സ്ത്രീ ചെയ്ത് തന്നിട്ടുണ്ട്, പറഞ്ഞു തന്നിട്ടുണ്ട്. അതുപോലെ ചെയ്യാൻ പറഞ്ഞിട്ട് ഓരോന്നൊക്കെ അവിടുത്തെ ട്രഡീഷണലായിട്ടുള്ള ഭക്ഷണങ്ങളൊക്കെ പറഞ്ഞു തന്നിട്ട് ഞാൻ ഉണ്ടാക്കി നോക്കിയിട്ടുണ്ട്. അപ്പം അതിലത്തെ ഒന്നാണത്. അപ്പം എന്താ അതിൻ്റെ പേരെന്ന് എനിക്ക് ഓർമ്മയില്ല. അതിനൊരു സ്പെഷ്യൽ പേരുണ്ട്. റാഗി കൊണ്ടാണ് ഉണ്ടാക്കുന്നത്. പക്ഷേ ഞാനിപ്പോൾ കൊഴുക്കട്ട എന്ന് പറയാം. നമുക്കിപ്പോൾ അതല്ലേ അറിയൂ, കൊഴുക്കട്ട എന്ന്. ഇപ്പോൾ റാഗി കൊണ്ടൊരു കൊഴുക്കട്ട, അവർക്ക് അവിടെ എന്തോ പേര്, എത്ര ആലോചിച്ചിട്ട് എനിക്ക് കിട്ടിയില്ല അതിൻ്റെ പേര്. പിന്നെ ഞാൻ സെർച്ച് ചെയ്യാനൊന്നും നിന്നില്ല. അപ്പം അങ്ങനെ നമുക്ക് നമ്മുടെ രീതിയിൽ അങ്ങനെ പറയാം, കൊഴുക്കട്ട. അപ്പോൾ ഇന്നത്തെ ഈ വിഭവം ഞാൻ രാമത്തമ്മയ്ക്ക് ഡെഡിക്കേറ്റ് ചെയ്യണം. ആ ഓർമ്മകളൊക്കെ ഓർമ്മയിൽ കൂടെ മിന്നി പോയി. അപ്പോൾ അതിലുണ്ടാക്കിയത്, അതിൻ്റെ സൈഡ് ഡിഷ് ഇതിൻ്റെ കൂടെ കഴിച്ചതല്ല കേട്ടോ അന്ന്, പക്ഷെ പറഞ്ഞു തന്നതാണ്. അതും അവിടുത്തെ തന്നെയാണ്. ഒരു വഴുതിനിങ്ങ പുളിയൊക്കെ ഇട്ടിട്ട് വെച്ച ഒരു വഴുതിനിങ്ങ കറി. അതും തമിഴ്നാട് അവരുടെ സ്റ്റൈലിലാണ് അവർ പറഞ്ഞു തന്നത്, അതുപോലെ തന്നെ ഉണ്ടാക്കിയിരിക്കുന്നത്. പക്ഷേ കൊഴുക്കട്ടയുടെ കൂടെ അന്ന് കഴിച്ചത് വേറെന്തോ ആയിരുന്നു, ചട്നി ആയിരുന്നു സംശയം. അപ്പോൾ ഇന്ന് ഞാനപ്പോൾ അത് രണ്ടും കൂടി മിക്സ് ചെയ്തു. രണ്ടും കൂടി എങ്ങനെ ഉണ്ടാവും കോമ്പിനേഷൻ എന്ന് പറഞ്ഞിട്ട്. പക്ഷേ നല്ല ടേസ്റ്റായിരുന്നു കേട്ടോ. എന്താ പറയുക, ഒരു പുളിപ്പും ഒരു മധുരവും എരിവും എല്ലാം കൂടി ആ ഒരു കറി ആ കൊഴുക്കട്ടയ്ക്ക്, റാഗി കൊഴുക്കട്ടയ്ക്ക് നല്ല മാച്ചായിരുന്നു. അപ്പോൾ ആദ്യം ഞാൻ ഉണ്ടാക്കിയത് കൂട്ടാനായിരുന്നു. അപ്പോൾ ഒരെണ്ണം കഴിഞ്ഞപ്പോൾ രണ്ടും കൂടി തുടങ്ങിക്കഴിഞ്ഞാൽ ആകെ അവിടെ മെസ്സിയാവും. ആദ്യം ഞാൻ വഴുതിനിങ്ങ കട്ട് ചെയ്തിട്ട് കുറച്ച് വെള്ളത്തിലിട്ട് അതിൻ്റെ കറ കളയാൻ വേണ്ടി കുറച്ച് നേരം ഇട്ടു. ആ സമയത്ത് ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ, ഉള്ളിയൊക്കെ ഒന്ന് കട്ട് ചെയ്തു, തക്കാളിയും പെരിഞ്ജീരകം കുറച്ച് എടുത്ത് അത് ഒന്ന് അരച്ചെടുത്തു. അത്രയും നേരം ആ വഴുതിനിങ്ങ ആ വെള്ളത്തിലിട്ടിട്ട് അതിൻ്റെ ആ കറ കളയാൻ വേണ്ടിയിട്ട് അങ്ങനെയാണ് ചെയ്തത്. പിന്നെ യൂഷ്വൽ നമ്മളുടെ കൂട്ടാനൊക്കെ ഉണ്ടാക്കുന്ന പോലെ തന്നെ അതിൽ കുറച്ച് എണ്ണയിൽ ഉലുവ, കപ്പൽമുളക്, ഉള്ളി ഇട്ടിട്ട് വതക്കിയിട്ട്, പിന്നെ മഞ്ഞൾപ്പൊടി, ഉപ്പ്, പിന്നെ
എന്താ എള്ള്, അത് എനിക്കതൊരു ഇഷ്ടമാണ്, അതുകൊണ്ട് ഞാൻ ഇട്ടതാണ് കേട്ടോ. ഇതിന് ശരിക്കും അവർ പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല. ഞാൻ എനിക്കിഷ്ടമുള്ളൊരു സാധനമാണ്, അപ്പോൾ എല്ലാറ്റിലും ഇടും. അധികവും ഉള്ള ഓർമ്മ വരുന്ന സമയത്തൊക്കെ എടുത്തിടും. പിന്നെ പുളി ഒഴിക്കണം. അത് പുളി എന്തായാലും നിർബന്ധമാണ്, അതാണ് അതിലത്തെ മെയിൻ ഇൻഗ്രീഡിയൻറ്റ്. പുളി ഒഴിച്ചു. അപ്പോൾ ആ പുളിയും എരിവും ഉപ്പും എല്ലാം ഒന്ന് ഒരേ പാകത്തിനാവാൻ വേണ്ടിയിട്ട് 1 ടീസ്പൂൺ ശർക്കര വെല്ലവും കൂടി ചേർത്തു. അങ്ങനെയാണ് ആ കൂട്ടാൻ്റെ പണി കഴിഞ്ഞു. അപ്പോൾ ഒരെണ്ണം കഴിഞ്ഞിട്ടാണ് അടുത്തത് തുടങ്ങുക. അപ്പോൾ രണ്ടും കൂടി നമ്മൾ തുടങ്ങിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവിടെ ആകെ അലങ്കോലമാവും കിച്ചൺ. അപ്പോൾ ആദ്യം കൂട്ടാനുണ്ടാക്കി വെച്ചു, എന്നിട്ടാണ് അടുത്തത് ആ ഒരു റാഗി കൊഴുക്കട്ട. അപ്പോൾ അതിന് ആവശ്യമുള്ളത് ഉള്ളി, പച്ചമുളക്, പിന്നെ റാഗി പൊടി. അത് റാഗി പൗഡർ ഞാൻ വാങ്ങിയതാണ്. അത് മുളപ്പിച്ച് പൊടിച്ച ഒരു ഇതാണ്, ഓർഗാനിക്കാണെന്നാണ് അതിൽ എഴുതിയിരിക്കുന്നത്. അപ്പോൾ അത് മുളപ്പിച്ചതാണ്. അപ്പോൾ മുളപ്പിച്ചിട്ടുള്ള റാഗി കൊണ്ട് പൊടിച്ചുണ്ടാക്കുന്ന പൊടിക്ക് കൂടുതൽ പോഷക മൂല്യം കൂടും, ടേസ്റ്റുമുണ്ട്, നന്നായിട്ടുണ്ട്. അപ്പോൾ അതൊരു ഏകദേശം ഒരു കപ്പ്, ആ ഒരു മെഷർമെൻറ്റിൽ 1 കപ്പ് എടുത്തു. അതിന് 2.5 കപ്പ് വെള്ളം ഇട്ടിട്ട് നന്നായിട്ട് കട്ടയില്ലാണ്ട് ഇളക്കി യോജിപ്പിച്ചെടുത്തു, കുറച്ച് ഉപ്പൊക്കെ ഇട്ടിട്ട്. എന്നിട്ട് നമ്മളതിനെ കൊഴുക്കട്ട ഉണ്ടാക്കണ പോലെ കിണ്ടണം. അത് നന്നായിട്ട് കിണ്ടി ആ ഒരു നമുക്കിങ്ങനെ ഉരുള പിടിക്കുന്ന പാകത്തിലാക്കണം. അത്രയും നേരം അത് കിണ്ടി എടുക്കണം ആ റാഗി കൂട്ട്. പിന്നെ സാധാരണ അതേപോലെ ഞാനിപ്പോൾ ഇതിൽ തേങ്ങ ഇട്ടിട്ടുണ്ട് കേട്ടോ, പക്ഷെ ഞാനത് കാണിക്കാൻ ഇത് ചെയ്യാൻ മറന്നു, റെക്കോർഡ് ചെയ്യാൻ മറന്നു. തേങ്ങ ഇട്ടിട്ടുണ്ട് അതിൽ കേട്ടോ. തേങ്ങ ഇട്ടിട്ടുണ്ട്, ഇഞ്ചി ഇട്ടിട്ടുണ്ട്, പിന്നെ പച്ചമുളക്, ഉള്ളി, പിന്നെ നമുക്കെന്താ വേറെ എന്താ അതിൽ വേറൊന്നും ഇങ്ങനെ പ്രത്യേകമായിട്ട് എനിക്ക് അതാണ് ഓർമ്മ വന്നത്, എൻ്റെ ഓർമ്മയിൽ ഞാൻ ഉണ്ടാക്കിയതാണ്. പിന്നെ ജീരകം, പിന്നെ എള്ളിട്ടിട്ടുണ്ട്. എള്ള് പിന്നെ ഞാൻ സകലത്തിലും ഇടും, അതാണ് നല്ലതാണല്ലോ, അതുകൊണ്ട് അത് ഇട്ടിട്ടുണ്ട്. പിന്നെന്താ പിന്നെ ഒരു 1-2 സ്പൂൺ നെയ്യ് പാകത്തിൽ. ചിലവർക്ക് കൂടുതൽ വേണമെന്നുണ്ടെങ്കിൽ കുറച്ചും കൂടി ഒരു ഇത് ഉണ്ടാവും, ടെക്സ്ചർ നല്ല ഇതായിരിക്കാം. അപ്പം ഞാൻ ആകെ 1 ടീസ്പൂൺ ഇട്ടിട്ടുള്ളൂ, 1 ടേബിൾ സ്പൂൺ, 2 ടീസ്പൂൺ. അപ്പോൾ അതിനെക്കാട്ടിലും കൂടുതൽ വേണമെങ്കിൽ ഇടാം. അപ്പോൾ കുറച്ചും കൂടി അതിന് ഫ്ലേവർ നന്നായിരിക്കും, ഒരു ടേസ്റ്റും എന്തായാലും ഉണ്ടാവുമല്ലോ. പിന്നെ അത് മാത്രമല്ല, എന്തായാലും നിർബന്ധമായിട്ടും നെയ്യ് ചേർക്കണം. കാരണം ഈ റാഗി ആണെങ്കിലും അങ്ങനെയുള്ള ഈ മുളപ്പിച്ചുള്ള സാധനങ്ങളുടെ കൂടെ നമ്മൾ നെയ്യ് ചേർത്തി കഴിക്കുമ്പോൾ അതിൻ്റെ ഗുണങ്ങൾ വേഗം നമ്മുടെ ശരീരത്തിൽ അബ്സോർബ് ചെയ്യൂത്ര. അതുകൊണ്ട് എപ്പോഴും 1 ടീസ്പൂണെങ്കിലും നെയ്യ് ഒഴിക്കാൻ ശ്രമിച്ചാൽ വളരെ ഗുണമായിരിക്കും നമുക്ക്. പിന്നെ അപ്പം അതൊക്കെ റെഡിയായി. അതിനെ എന്താ പറയുക, ഒരു 10 മിനിറ്റേ വേണ്ടൂ നമുക്ക് സ്റ്റീം ചെയ്തെടുക്കാം. ആ നേരം കൊണ്ട് വേഗം ഞാൻ പ്ലേറ്റൊക്കെ ഒന്ന് റെഡിയാക്കി. അപ്പോഴേക്കും ആയി നമ്മുടെ കൊഴുക്കട്ട. അത് നല്ല ഭംഗിയിലൊന്നും ഞാൻ കൊഴുക്കട്ട ആക്കിയതൊന്നുമില്ല, വെറുതെ ഇങ്ങനെ കയ്യിൽ എന്താ പറയുക, അങ്ങനെ പിടിച്ചു എന്ന് പറയില്ലേ, എന്താ ആ ഷേപ്പ് ആക്കിയെന്ന് മാത്രം. കുറച്ചും കൂടിയൊക്കെ ഭംഗിയിലൊക്കെ പ്രസൻറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ കുറച്ചും കൂടിയൊക്കെ നന്നായിട്ട് 2 കയ്യിലും കൂടി വെച്ചങ്ങനെ അതിനെ ഉരുട്ടിയെടുത്ത് അതിൻ്റെ പുറം ഭാഗം ടെക്സ്ചറൊക്കെ അങ്ങനെ സ്മൂത്താക്കിയിട്ട് അങ്ങനെയൊക്കെ ഉണ്ടാക്കാം. പിന്നെ അപ്പോൾ ആ കൂട്ടാൻ ഇതാക്കി എന്താ പറയുക, അതിൻ്റെ കോമ്പിനേഷൻ വളരെ ടേസ്റ്റി ആയിരുന്നു, ഞങ്ങൾക്ക് ഇഷ്ടമായി രണ്ടാൾക്കും. പിന്നെ ഞാൻ ഉണ്ടാക്കിയത് ബ്ലാക്ക് കോഫി വിത്ത് അതിൽ കുറച്ചൊരു 1/2 ടീസ്പൂൺ നെയ്യ്. അതെനിക്കിഷ്ടമാണ്, ഇടയ്ക്കിടയ്ക്ക് കഴിക്കും ഞാൻ. വെറും ബ്ലാക്ക് കോഫിയിൽ നെയ്യ് ഇട്ടിട്ട് കഴിക്കാൻ. പിന്നെ അതിന് പഞ്ചസാരയ്ക്ക് പകരം വെല്ലം, അധികവും അതാണ് ഉപയോഗിക്കുന്നത്. ചില സമയത്ത് ബ്രൗൺ പഞ്ചസാരയാണ് ഉപയോഗിക്കുക. അങ്ങനെ അപ്പോൾ അധികം പഞ്ചസാരയൊന്നും വെളുത്ത സാധനങ്ങളൊക്കെ കുറയ്ക്കണം എന്നല്ലേ ഇപ്പോഴത്തെ എല്ലാവരും പറയുന്നത്, ഡോക്ടേഴ്സൊക്കെ. അപ്പോൾ വെളുത്ത സാധനമല്ല, പഞ്ചസാര എണ്ണയാണ്, പക്ഷേ ബ്രൗണാണെന്ന് മാത്രം. അപ്പോഴേക്കും ഞാൻ ഉണ്ടാക്കുമ്പോൾ തന്നെ ഒരെണ്ണം കഴിച്ചു, ഒരു ടേസ്റ്റ് നോക്കാൻ വേണ്ടിയിട്ട്. പിന്നെ ഒരെണ്ണം നമ്മുടെ ടോഗോനും കൊടുത്തു.
അതിന് പോരാ അവൻ വിളിക്കുക വേണം പറഞ്ഞിട്ട്. അപ്പോൾ അവന് ഒരെണ്ണം കൂടി കൊടുത്തിട്ടാണ് പിന്നെ ഞങ്ങൾ രണ്ടാളും കൂടി ഇരുന്ന് കഴിച്ച്. നല്ല ടേസ്റ്റായിരുന്നു. എങ്ങനെയുണ്ട്? അപ്പോൾ ഞങ്ങളുടെ ഇന്നത്തെ ഒരു നോൾസ്റ്റാൾജിക് ആയിട്ടുള്ളൊരു ഡിന്നർ, അത് ഡെഡിക്കേറ്റഡ് ടു രാമത്തമ്മ. നല്ലൊരു സ്ത്രീയാണ്. അപ്പോൾ എപ്പോഴും ഞങ്ങളവിടെ പോകുമ്പോൾ കാണാൻ പോകാറുണ്ട്. പ്രാവശ്യം പറ്റിയാൽ പോകണം. ഈ ഒരു കൊച്ചു വ്ളോഗ് ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം, കമൻറ്റ് ചെയ്യണം. പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ പ്ലീസ് സപ്പോർട്ട് മീ, സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ, താങ്ക് യു, ബൈ ബൈ, ടേക്ക് കെയർ.